Hello everyone, welcome to my home, my heaven. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് കിച്ചണിലൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ക്ലീനിങ് ടിപ്സ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഡെയിലി കിച്ചണൊക്കെ നല്ല നീറ്റാക്കിയിട്ടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഏരിയാസൊക്കെ നമ്മുടെ കിച്ചണിൽ ഉണ്ടാവില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഏരിയാസ് ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് ഈസി ടിപ്സാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കിച്ചണിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതുപോലത്തെ കണ്ടെയ്നറുകൾ അല്ലേ. നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ പാത്രങ്ങളിലാക്കി വെക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ പാത്രങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലത്തെ പാത്രങ്ങളുടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് കഴുകിയെടുക്കുമ്പോൾ ഇതിൻ്റെ അടപ്പിലുള്ള ഒരു എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിലിക്കോൺ പാർട്ട് ഉണ്ടല്ലോ, അത് കഴുകിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ അത് പെടാറില്ല. നമ്മൾ പാത്രമൊക്കെ നല്ല നീറ്റായിട്ട് കഴുകും, പക്ഷേ ഈ ഒരു ഏരിയകളിൽ നിറച്ച് പൂപ്പൽ പോലെയും അതുപോലെ നമ്മൾ കറികളൊക്കെ ആക്കുമ്പോൾ അതൊക്കെ ഇരുന്നിങ്ങനെ ഒരു പൂപ്പലൊക്കെ പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് നമ്മൾ നന്നായി ശ്രദ്ധിച്ച് കഴുകേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഏത് പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഈ സിലിക്കോൺ പാർട്ട് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ ഈ ഏരിയത്തെ ഈ ഭാഗങ്ങൾ എടുത്ത് തന്നെ നമ്മൾ കഴുകാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിലും ഒക്കെ ഉണ്ടാവും ഇതുപോലത്തെ ഒരു പാർട്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും കഴുകുന്ന സമയത്ത് അത് നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ ഒക്കെ ഇതെടുത്ത് റിമൂവ് ചെയ്ത് കഴുകാറുണ്ടല്ലോ, അതേപോലെ തന്നെ ഈ പാത്രങ്ങളുടെയും ഇതുപോലെ ഇത് റിമൂവ് ചെയ്തിട്ട് തന്നെ നമ്മൾ കഴുകിയെടുക്കണം. അല്ലെങ്കിൽ അവിടെ പൂപ്പലൊക്കെ വന്നിരുന്നിട്ട് നമുക്ക് നമ്മുടെ അസുഖങ്ങൾ പോലെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് കഴുകി എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് കിച്ചണിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതുപോലത്തെ ചോപ്പറുകൾ. ഇപ്പോൾ നമ്മൾ രാവിലത്തെ ബിസി ആയിട്ടുള്ള കുക്കിങ്ങിൻ്റെ ഇടയിലൊക്കെ ഈ ചോപ്പർ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ആവാറുണ്ട്. പക്ഷേ ഈ ചോപ്പറുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. ചോപ്പറിൻ്റെ ഏറ്റവും കഴുകാനുള്ള പാത്രം എന്ന് പറയുന്നത് ഈ ബ്ലേഡ് ഉള്ള ഒരു ഏരിയയാണ്. ഈ ഏരിയ ഒന്നും നമുക്കങ്ങനെ കൈകൊണ്ട് വല്ലാണ്ട് സ്ക്രബ്ബർ കൊണ്ടൊന്നും കഴുകാൻ പറ്റില്ല, കാരണം ഷാർപ്പ് ഏരിയയാണ്. പക്ഷേ എന്നാൽ ഈ ഏരിയകളിലൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ ഇതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളിത് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ, നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് അതുകൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. ഇങ്ങനെ കറക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുള്ള ആ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ റിമൂവ് ആയിട്ടുണ്ടാവും, നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ നമ്മുടെ ടാപ്പ് വാട്ടറിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ചോപ്പർ നല്ല ഈസി ആയിട്ട് കഴുകി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ സ്ട്രെയിനറുകൾ കഴുകിയെടുക്കാൻ ഭയങ്കര പാടാണ് അല്ലേ. നമ്മൾ എത്ര കഴുകിയാലും ഇതുപോലെ ഈ ചായപ്പൊടിയുടെ ഇതൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതുപോലെ സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് നമ്മൾ ഈ സ്ട്രെയിനർ ഈ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇത് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു പഴയ ടൂത്ത് ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഉരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ കഴുകിയാലും പോരാതെ നിൽക്കുന്ന പൊടികളൊക്കെ ഉണ്ടല്ലോ, ആ പൊടികളൊക്കെ നന്നായിട്ട് പോരും ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ ചൂടുവെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ സ്ട്രെയിനർ അതിലൊരു 10-15 മിനിറ്റോളം ഇങ്ങനെ ഇട്ട് വയ്ക്കുക. 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതെടുത്തിട്ട് ഒരു ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെയിനറൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് സ്ട്രെയിനർ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇത് എത്ര കഴുകിയാലും അതിൻ്റെ തുടക്കത്തിലുള്ള ഒരു ഷൈനിങ്ങോ തിളക്കമോ ഒന്നും ഉണ്ടാവില്ല പിന്നീട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതുപോലെ വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വിനീഗർ കൂടി ഒഴിക്കുക. എന്നിട്ട് അതിൽ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ ക്ലോത്ത് കൊണ്ട് നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളെല്ലാം നന്നായിട്ട് തുടച്ച് വയ്ക്കുക. ഇങ്ങനെ തുടച്ചിട്ട് ഇതിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. ഇങ്ങനെ തുടച്ചത് നമ്മൾ ഒരു 10-15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. പിന്നെ 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക. അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് നല്ലൊരു തിളക്കം, ഒരു പുതിയതുപോലെയൊക്കെ ഉണ്ടാവും. മറ്റേ നമ്മൾ എത്ര കഴുകിയാലും ഒരു പഴയ പോലെ ഉണ്ടാവുള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകളും പ്ലേറ്റുകളും സ്പൂണുകളും ഒക്കെ നമുക്ക് ഇതുപോലെ മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കിച്ചണിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലത്തെ വുഡൻ ഐറ്റംസ് അല്ലേ. ഇപ്പോഴത്തെ വുഡൻ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഇതിൻ്റെ സൈഡിലൊക്കെ അത് നന്നായിട്ട് ഡ്രൈ ആവാത്തതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ കുറച്ച് അധികം വെള്ളം എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ഡിഷ് വാഷ് ലിക്വിഡും ബേക്കിംഗ് സോഡയും കൂടെ ഇടും. എന്നിട്ട് ഈ വെള്ളം അത്യാവശ്യം നന്നായി ഒന്ന് തിളച്ച് വരുന്ന രൂപത്തിലാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ സ്പൂണുകളെല്ലാം ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. വെള്ളം നല്ല ചൂടായാൽ മതി. അതിനുശേഷം ഒരു അരമണിക്കൂറോളൊക്കെ ഇതിലിട്ട് വെച്ചതിന് ശേഷം ഇതുപോലത്തെ ഒരു ബ്രഷ് കൊണ്ട് അതിൻ്റെ കോർണർ ഏരിയയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴുകിയെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഡ്രൈ ചെയ്യാൻ വെക്കണം. പറ്റിയ വെയിലത്ത് ഉണക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിലുണ്ടാവുന്ന സൈഡിലൊക്കെ ഉണ്ടാവുന്ന പൂപ്പൽ പോലത്തെ ഇതെല്ലാം മാറി കിട്ടി നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.